കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പച്ചക്കള്ളം പറയുന്നു എന്ന് സമൂഹ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ സാമൂഹിക അന്തരീക്ഷവും ഉറക്കെ പറയുകയാണ്. അത് ശബരിമലയുമായി ബന്ധപ്പെട്ട്, ശബരിമലയിലെ നിരോധനാജ്ഞയുമായി ബന്ധപ്പെട്ട്. ശബരിമലയിലെ നിരോധനാജ്ഞ 144 പ്രഖ്യാപിക്കാനായി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയത് നരേന്ദ്രമോദി സർക്കാരാണെന്നും അതിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയതുമെന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അത് തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നതാണ്. അത്തരത്തിൽ ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടില്ല എന്നും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണെന്നും സമൂഹ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികളും ഒക്കെ സമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കുകയാണ്. ചോർ ഹേ എന്നാണ് മുഖ്യമന്ത്രിയെ പിണറായി വിജയനെ കുറിച്ച് പറയുന്നത്. ഇദ്ദേഹം കള്ളനാണെന്നും ഇദ്ദേഹം പരമകള്ളനാണെന്നും ഇദ്ദേഹം പച്ചക്കള്ളനാണെന്നും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളും വിവിധ രാഷ്ട്രീയ കക്ഷികളും വിളിച്ചു പറയുകയാണ്. അതിനനുബന്ധമായി ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ശബരിമലയിൽ 144 പ്രഖ്യാപിക്കാനുള്ള കാരണം, നിരോധനാജ്ഞ പ്രഖ്യാപിക്കാനുള്ള കാരണം അത് കേന്ദ്ര സർക്കാരാണെന്ന് പറയുന്ന പിണറായി വിജയൻ സമാന രീതിയിൽ തന്നെ ശബരിമലയിൽ യുവതീ പ്രവേശനം സാധ്യമാക്കാനുള്ള കടമ ഇടതുമുന്നണി സർക്കാരിനുണ്ട്, കേരള സർക്കാരിനുണ്ടെന്ന് പറയുക വഴി അത് സുപ്രീം കോടതിയുടെ ഉത്തരവാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. സുപ്രീം കോടതി ഉത്തരവിടുമ്പോൾ അവിടെ റിവ്യൂ ഹർജി അടക്കമുള്ളവ 150-ലധികം റിവ്യൂ ഹർജികൾ അവിടെ നിലനിൽക്കെ തന്നെയാണ് സംസ്ഥാന സർക്കാർ അവിടെ സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യുവതി പ്രവേശനം സാധ്യമാക്കാൻ വേണ്ടി ശബരിമലയെ സംഘർഷ ഭൂമിയാക്കിയത്. അപ്പോൾ സുപ്രീം കോടതി വിധി പറയുമ്പോൾ സുപ്രീം കോടതി ഒരിക്കലും സംസ്ഥാന സർക്കാരിൽ നിന്ന് ഒരു സ്പെസിഫൈഡ് ടൈമിനിടയിൽ ആക്ഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ ആക്ഷൻ പ്ലാൻ ചോദിച്ചില്ല. നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു, അതാണ് ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്, ആക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഉത്തരവ് ഞങ്ങൾ ഈ തരത്തിൽ ഉത്തരവിടുകയാണ്, ഇത്ര ദിവസത്തിനകം ഇതിന്റെ ആക്ഷൻ പ്ലാൻ സമർപ്പിക്കണം അല്ലെങ്കിൽ ആക്ഷൻ റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് സുപ്രീം കോടതി സാധാരണഗതിയിൽ പറയാറുണ്ട്. പക്ഷേ ശബരിമല വിഷയത്തിൽ അത്തരത്തിലൊരു ആക്ഷൻ പ്ലാൻ ചോദിച്ചിട്ടില്ല, ആക്ഷൻ റിപ്പോർട്ട് ചോദിച്ചിട്ടില്ല. അതിനർത്ഥം ഇത്ര കാലയളവിനുള്ളിൽ ഈ വിധി നടപ്പാക്കാൻ എടുത്തിട്ടുള്ള നടപടിക്രമങ്ങൾ സുപ്രീം കോടതിയെ സംസ്ഥാന സർക്കാർ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അത്തരത്തിൽ അത് തെറ്റായ ഒരു വ്യാഖ്യാനം മുഖ്യമന്ത്രി നൽകുന്നതോടൊപ്പം തന്നെ കോടതി വിധി നടപ്പാക്കും എന്ന് പറയുന്ന പിണറായി വിജയന്റെ നയങ്ങളും ചോദ്യം ചെയ്യപ്പെടുകയാണ് അടിവരയിട്ടുകൊണ്ട്. കോടതി വിധി, സുപ്രീം കോടതിയുടെ ഈ അടക്കമുള്ള കോടതി വിധികൾ നിലനിൽക്കുന്നുണ്ട് കേരളവുമായി ബന്ധപ്പെട്ട്. ദേശീയപാതയോരത്തെ മദ്യശാലകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള കോടതി വിധി നിലനിൽക്കുകയാണ്. ദേശീയപാതയോരത്തെ മദ്യശാലകൾക്കുള്ള വിലക്ക്, അവിടെ CPM എടുക്കുന്ന നിലപാടും എടുത്ത നയവും റോഡുകളുടെ NH പദവി എടുത്തു കളഞ്ഞ് നിരവധി ബാറുകൾ തുറന്നു എന്നുള്ളതാണ്. അപ്പോൾ ദേശീയപാതയോരത്ത് ബാറുകൾ പാടില്ല, മദ്യക്കച്ചവടം പാടില്ല എന്ന കോടതി വിധി നിലനിൽക്കെ അവിടെ CPM എടുത്തിട്ടുള്ള നിലപാട് റോഡുകളുടെ ദേശീയപാത പദവി NH പദവി എടുത്തു കളഞ്ഞു. അതുവഴി ആ സുപ്രീം കോടതി വിധിയെ ഉത്തരവിനെ ഓവർകം ചെയ്തു. അതിനെ ചവറ്റുകുട്ടയിലാക്കിക്കൊണ്ട് നടപടികൾ സ്വീകരിച്ചു. ഒന്ന്. രണ്ടാമത്തത് സ്വാശ്രയ മാനേജ്മെന്റുകൾക്കെതിരായ വിധി നിലനിന്നപ്പോൾ ആ സ്വാശ്രയ മാനേജ്മെന്റുകൾക്കെതിരായ വിധി മറികടക്കാൻ വേണ്ടി ഓർഡിനൻസ് കൊണ്ടുവന്നു ഈ CPMന്റെ സർക്കാർ. അതോടൊപ്പം നഴ്സുമാർക്ക് മിനിമം വേതനം നടപ്പാക്കണം എന്നുള്ള വിധി, നഴ്സുമാർക്ക് മിനിമം വേതനം നടപ്പാക്കണമെന്നുള്ള ഉത്തരവ് ഇതുവരെ ഈ പിണറായി വിജയൻ സർക്കാർ, CPM നേതൃത്വം നൽകുന്ന സർക്കാർ നടപ്പാക്കിയിട്ടില്ല എന്നുള്ളത് ഈ ഇരട്ടത്താപ്പിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. അതോടൊപ്പം മുത്തലാഖിനെതിരായ വിധി, അത് ന്യൂനപക്ഷങ്ങളോടുള്ള വെല്ലുവിളി എന്നാണ് CPMന്റെ പ്രചരണവും CPM നേതാക്കളുടെ പ്രചരണവും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട്. അനധികൃത അറവുശാലകളുമായി ബന്ധപ്പെട്ട് അതിനെതിരായിട്ടുള്ള വിധി, അത് വർഗീയ വികാരം ഇളക്കി വിട്ടുകൊണ്ട് ആ വിധിക്കെതിരെ ഒരു പ്രചരണ സ്വഭാവത്തോടു കൂടി ബീഫ് ഫെസ്റ്റ് നടത്തി CPM എന്നുള്ളതും അതിന് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ എല്ലാ ഒത്താശയും ചെയ്തു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ്. മറ്റൊന്ന്, ഓർത്തഡോക്സ് യാക്കോബായ തർക്കം, സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട്, പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട്, പിറവം പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട് ആ വിധി ഇതുവരെ നടപ്പാക്കാൻ ഈ സർക്കാർ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത ഉദാഹരണങ്ങൾ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കെ അത് നടപ്പാക്കാത്ത സർക്കാർ, അതിനെ വളച്ചൊടിക്കുന്ന സർക്കാർ, ആ വിധികളൊക്കെ ഇല്ലായ്മ ചെയ്ത സർക്കാരാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് ആ സർക്കാരിന് നേതൃത്വം നൽകുന്ന പിണറായി വിജയൻ പച്ചക്കള്ളനായി സമൂഹത്തിന് മുന്നിൽ പ്രസ്താവനയുമായി വരുമ്പോൾ ഇദ്ദേഹം കള്ളനാണെന്നും ഇദ്ദേഹം പച്ചക്കള്ളനാണെന്നും ഇദ്ദേഹം പരമകള്ളനാണ് ഈ പിണറായി വിജയൻ എന്നും ഉച്ചത്തിൽ ആവർത്തിച്ചു പറയുകയാണ് വിവിധ പാർട്ടികളും വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ.